മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനമാണ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഏൽക്കേണ്ടി വന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് CBI അന്വേഷണം വേണമെന്ന് വരെ ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓൺലൈനായി ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശിച്ച സാഹചര്യം കൂടി. കാരണം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒന്നും എടുക്കാത്തൊരു സാഹചര്യമുണ്ടല്ല. അതുകൊണ്ടാണോ ഇന്ന് ഓൺലൈനായി ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത്? ലക്ഷ്മി, മൂന്നാർ കയ്യേറ്റത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം, തുടക്കത്തിൽ വലിയ ആവേശത്തോടുകൂടി കുറേ നടപടികൾ, കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ എല്ലാം തന്നെ ആരംഭിച്ചു എന്ന് വരുത്തി. അതിനുശേഷം പ്രധാനപ്പെട്ട ആളുകളിലേക്ക്, അതായത് കയ്യേറ്റക്കാരിൽ അധികവും വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങളുള്ള ആളുകളാണ്. പ്രധാനപ്പെട്ട CPM-ന്റെ അടക്കമുള്ള കയ്യേറ്റങ്ങളുടെ വിവരങ്ങൾ, CPI-യുടെ അടക്കമുള്ള കയ്യേറ്റങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ കയ്യേറ്റക്കാർ വൻകിടക്കാരായതോടുകൂടി തന്നെ, അല്ലെങ്കിൽ വൻ സ്രാവുകളായതോടുകൂടി തന്നെ അന്വേഷണം അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരിച്ചെടുക്കുന്ന നടപടികൾ, ഭൂമി തിരിച്ചുപിടിക്കുന്ന നടപടികൾ അവിടെ അവസാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നു. പല ഘട്ടങ്ങളിലും കോടതി ഇതിനായി പ്രത്യേക സിറ്റിങ്ങുകൾ വിളിച്ചിരുന്നു. ഒരു മാസം തന്നെ 2 തവണ പ്രത്യേക സിറ്റിംഗ് വിളിച്ച് തുടർ നടപടികൾ, ഈ മൂന്നാർ കയ്യേറ്റത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ച് വിശകലനമെല്ലാം ചെയ്തിരുന്നു. എന്നാൽ ആവശ്യമായ റിപ്പോർട്ടുകൾ നൽകാൻ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നില്ല. എവിടെ വരെയായി നടപടികൾ, ഈ ഭൂമി തിരിച്ചുപിടിക്കുന്ന നടപടികൾ, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ എവിടെ വരെയായി എന്നത് സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും തുടർ നടപടികളിലേക്കോ ശക്തമായ നടപടികളിലേക്കോ ജില്ലാ ഭരണകൂടം കടന്നിരുന്നില്ല. മാത്രമല്ല, ഈ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെയായിരുന്നു ഇവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി നേരിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെടുന്നത്. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുസ്താഖ്, ഒപ്പം തന്നെ അബ്ദുൽ ഹക്കീം എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു കേസ് ഇന്നലെ പരിഗണിച്ചത്. ഇത് പരിഗണിക്കുമ്പോൾ 14 വർഷമായി മൂന്നാർ ഒഴിപ്പിക്കലിൽ നടപടികൾ മുന്നോട്ട് പോകാതിരിക്കുന്നതിൽ സർക്കാർ തലത്തിൽ വീഴ്ചയുണ്ട് എന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഈ കോടതി പരാമർശമായി നടത്തിയിരുന്നത്. കോടതി വാക്കാൽ പറയുകയും ചെയ്തത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. കാരണം മൂന്നാർ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ തുടർച്ചയായി ഇഴഞ്ഞു നീങ്ങുന്നു. ഉന്നതർക്കെതിരായ നടപടികൾ, അല്ലെങ്കിൽ അവരുടെ കയ്യേറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. നിരവധി കയ്യേറ്റങ്ങൾ ഇപ്പോഴുമുണ്ട്, 600-ലധികം കയ്യേറ്റങ്ങൾ ഉണ്ട് എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന ഘട്ടത്തിൽ പോലും അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ യാതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഈ സർക്കാരിന് യാതൊരു ആത്മാർത്ഥതയുമില്ല ഭൂമി തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ, മൂന്നാറിലെ ഭൂമി തിരിച്ചുപിടിക്കുന്നത് കാര്യത്തിൽ എന്നത് തന്നെയായിരുന്നു അവർ വ്യക്തമാക്കുകയും ചെയ്തു. കോടതിയുടെ നിന്ന് വ്യക്തമാക്കിയത്. ഈ ഒരു വിമർശന പശ്ചാത്തലത്തിലാണ് ഇന്ന് ഒരിക്കൽ കൂടി ഈ കേസ് പരിഗണിക്കുന്നത്. അവിടെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓൺലൈനായി ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്ത് നടപടികൾ ഇതുവരെ സ്വീകരിച്ചു, എത്ര ഒഴിപ്പിക്കലുകൾ, കയ്യേറ്റം ഒഴിപ്പിക്കൽ നടത്തിയിട്ടുണ്ട്, കയ്യേറ്റങ്ങൾ ഉള്ളതായി കണ്ടെത്തിയ ഭൂമിയുടെ വിവരം, വസ്തുക്കളുടെ വിവരം എന്നിവ നൽകാൻ കൂടിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് എന്ത് റിപ്പോർട്ട് നൽകാൻ കഴിയും, അല്ലെങ്കിൽ എത്രമാത്രം തുടർന്ന് ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടികളിൽ എത്രമാത്രം സഹകരിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം, ആത്മാർത്ഥതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരിക്കും വിശദമായി നൽകുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ലക്ഷ്മി, ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്.